ഒരാളായിട്ട് കണക്റ്റ് ആവാൻ പറ്റണം. പണ്ടൊക്കെയാണ് സ്കൂളിൽ മറ്റേ പൊക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല താടി ഉണ്ടാവണം, നല്ല ശബ്ദമായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഐ ഫീൽ ലൈക്ക് ഇപ്പം ഞാൻ റെസ്പെക്റ്റ് ഒരാൾ നമ്മളെ മാത്രമല്ല, പക്ഷെ ജനറലി റെസ്പെക്ട് ഫോർ ടൈം, റെസ്പെക്ട് ഫോർ അതർ പീപ്പിൾ. 96 റിലീസ് ചെയ്തിട്ട് 6 വർഷമായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഓരോരുത്തർ 96നെ കുറിച്ച് പറയുമ്പോഴും പലരും. അതെ, അതുകൊണ്ട് തന്നെ ഒരു ഒഴുക്കത്തിൽ എനിക്ക് നല്ല പ്രോജക്ട്സ് വരുന്നുണ്ട്. ഇപ്പം ഒരു മോള് തന്നെ ഭയങ്കര ക്രൗഡഡ് ആണെങ്കിൽ, എസ്പെഷ്യലി ചെന്നൈയിൽ അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ക്രൗഡ് ആങ്സൈറ്റി വരുന്നുണ്ട്. പണ്ട് ഈ പ്രശ്നം ഇല്ലായിരുന്നു. അത് മേ ബി എന്നെ തിരിച്ചറിയും. ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഒരു ആക്ട്രസ് ആകുമ്പോൾ എങ്ങനെ അവർ ഡ്രസ്ഡ്, എങ്ങനെ അവർ പ്രസൻറ്റബിൾ ആണോ, ഇങ്ങനെയാണോ, ഇത്രയുള്ള പൊക്കം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആസ് എ ആരാണെങ്കിലും അങ്ങനെ ആണല്ലോ. വിചാരിക്കുന്ന അത്ര ഗ്ലാമറസ് അല്ല. ആൻഡ് അത്യാവശ്യം സെക്സിസം ഉള്ള ഇൻഡസ്ട്രിയാണ്, എല്ലാ ഇൻഡസ്ട്രിയിലുള്ള പോലെ തന്നെ. പക്ഷെ ചിലപ്പോഴൊക്കെ ഇപ്പം നമ്മളെന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുമ്പം കംപ്ലീറ്റ്ലി നമ്മളെ അവോയ്ഡ് ചെയ്ത് പോകുന്ന പോലെ. അപ്പോൾ ഇല്ല, മലയാളവും തമിഴും രണ്ടും ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് മൂവി തമിഴാണ്, പക്ഷെ എനിക്ക് മലയാളത്തിലെ കണ്ടൻറ്റാണ് കൂടുതലും എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നാറ്. ആൻഡ് 2024 മലയാള സിനിമയ്ക്ക് ഒരു ഭീകര വർഷമായിരുന്നു. നേരത്തെ നമ്മൾ ലവ് ലൈഫിൻ്റെ ആയിരുന്നു ചോദിച്ചത്. ഇല്ല, അതിൽ നിന്ന് പിന്നെ വിട്ടത്. ഞാൻ ലൈക്ക് എനിക്ക് ഡീപ്പായിട്ട് ഞാൻ ചോദിക്കുന്നില്ല. സ്റ്റിൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ വരുമ്പോൾ ഇപ്പം കുറച്ച് എന്താ പറയുക, ഒരു റൊമാൻറ്റിക് റോംകോം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ ഓരോ സിനിമയിലും ഒക്കെ നമ്മുടെ ലവർ ഇങ്ങനെ, അല്ലെ പാർട്ട്ണർ ഇങ്ങനെ എന്നുള്ള കുറേ കോൺസെപ്റ്റ്സ് സിനിമകളിലൂടെ അല്ലെ ക്യാരക്ടേഴ്സിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പം ഗൗരിയുടെ ഓൺ പേഴ്സ്പെക്റ്റീവിൽ വരുമ്പം എങ്ങനെയായിരിക്കണം ഗൗരിയുടെ ഒരു പാർട്ട്ണർ വരുമ്പോൾ ഒക്കെ? ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ആലോചിച്ചിട്ട് വലിയ കാര്യമില്ല. അതൊക്കെ നോക്കി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് പിന്നെ അത് പാളുമ്പോൾ പിന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാവും. ദാറ്റ്സ് തിങ്. അത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരാളായിട്ട് കണക്റ്റ് ആവാൻ പറ്റണം. പണ്ടൊക്കെയാണ് സ്കൂളിൽ മറ്റേ പൊക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല താടി ഉണ്ടാവണം, നല്ല ശബ്ദമായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഐ ഫീൽ ലൈക്ക് ഇപ്പം ഞാൻ റെസ്പെക്റ്റ് ഒരാൾ നമ്മളെ മാത്രമല്ല, പക്ഷെ ജനറലി റെസ്പെക്ട് ഫോർ ടൈം, റെസ്പെക്ട് ഫോർ അതർ പീപ്പിൾ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, യു ക്യാൻ ജഡ്ജ് എ പേഴ്സൺ ബൈ ഹൗ ദേ ട്രീറ്റ് ഒരു സെർവർ, ഓർ എന്താ പറയുക, ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഒരു സെർവറിനോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പറയുന്നത് ഒരാളുടെ ട്രേറ്റ് ആണ്. അത് അങ്ങനത്തെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ആക്ടറായി, ഒരു ആക്ടർ ആവണം, അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റസിന് അനുസരിച്ചായിരിക്കണം, അങ്ങനെ ആലോചിക്കുന്ന ഒരാളല്ല ഞാൻ. സോ ഐ ലുക്ക് ഫോർ റിയൽ കണക്ഷൻസ്. എനിക്കൊരു നല്ല കോൺവെർസേഷൻ, അല്ലെങ്കിൽ എന്നെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഹൂ മേക്സ് മീ ഹാപ്പി ആൻഡ് എംബ്രേസ് ദ ചൈൽഡ് ഇൻ മീ എന്നുള്ളൊരു പരിപാടിയാണ്. സോ അതങ്ങനെ അത്ര വലിയ ക്രൈറ്റീരിയ മാത്രമൊന്നുമില്ല. ജസ്റ്റ് ഹാവ് ടു ബി എ ഗുഡ് പേഴ്സൺ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വി ഷുഡ് ബി ഏബിൾ ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ഈച്ച് അതർ. അപ്പോൾ എല്ലാവർക്കും ഫ്ലോസ് ഉണ്ട്. നമ്മളത് എല്ലാ കുറവുകളും മാത്രം കണ്ടുകൊണ്ടിരുന്ന പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ആ ഒരു ഫ്ലോസിലും ഒരു ബ്യൂട്ടി കണ്ടെത്തി. കമ്പാറ്റബിലിറ്റി ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ജനറേഷനിലെ. ഇപ്പോൾ ആസ് ആൻ ആക്ടർ എനിക്കിപ്പോൾ മനസ്സിലാക്കിയത്, എൻ്റെ പ്രൊഫഷൻ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറിനെയാണ് എനിക്ക് വേണ്ടത്. ബിക്കോസ് കുറേ ദിവസങ്ങൾ മേ ബി ട്രാവലിംഗ് ആയിരിക്കും, ഷൂട്ടായിരിക്കും, അവർക്ക് ഇൻസെക്യൂർ ആക്കുന്ന പല മറ്റ് ആണുങ്ങൾ അല്ലെങ്കിൽ മെയിൽ ആക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നൊരു സ്പേസസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇൻസെക്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് എന്താ പറയുക, ടോളറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റൂല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ പ്രൊഫഷൻ. സോ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഇതാണ് പ്രൊഫഷൻ, ഇതൊക്കെയാണ് കംപ്ലീറ്റ്ലി പരിപാടി എന്ന് മനസ്സിലാക്കി, എന്നിട്ടും ഇഫ് യു ആർ ഏബിൾ ടു ബി വിത്ത് മീ, അങ്ങനത്തെ ഒരാൾ, അത്രേ ഉള്ളൂ. ഇത് മെച്ചോർഡ് ആവുന്നതനുസരിച്ച് ഈ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പം ഓരോ എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പം ഗൗരി സിനിമയിൽ വരുന്നതിന് മുൻപും ഇപ്പം സിനിമയിൽ വന്നു ഫസ്റ്റ് മൂവിയിലൂടെ തന്നെ ഇത്രയും സിനിമ വലുതായിട്ട് സക്സസ് ആയി, ആ ക്യാരക്ടറിന് കിട്ടിയ റെക്കഗ്നീഷൻ എല്ലാം ഉണ്ട്. ഇപ്പം ഒരു മോർ ദാൻ 13 ഫിലിംസ് എന്തോ ആയില്ലേ? 12 അല്ലേ, 13 ആയോ എനിക്ക്? ലിറ്റിൽ മിസ് റാവുത്ത് ഒരു 10th മൂവി ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു സർക്കാർ ഉൽപ്പന്നം,
ബോട്ട് ബോട്ട്. 12 മൂവീസ് കഴിഞ്ഞു, 2 വെബ് സീരീസ്. അപ്പം ഈ ഒരു ലൈഫ് ഇപ്പം മാറിയല്ലോ, ഇപ്പം ഫെയിം, ഇപ്പം അതുപോലെ തന്നെ മണി, എല്ലാം കൊണ്ടും ലൈഫ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഗൗരിയുടെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ എനിക്ക് എവിടെയോ ഞാനൊരു ഒഴുക്കത്തിൽ അങ്ങ് പോവുകയാണ്. എനിക്ക് ചില സമയത്താണ് എനിക്ക് ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രൊമോഷന് വരുന്ന മുമ്പ് പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ എപ്പോഴാണ് പ്രൊമോഷന് വന്നതെന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ മാർച്ചായിരുന്നു. പെട്ടെന്നൊരു ആങ്സൈറ്റി അടിക്കാൻ, ഒരു വർഷം ഞാൻ എന്താ ചെയ്തേ. ബിക്കോസ് സംടൈംസ് എസ്പെഷ്യലി 2024 വളരെ പെട്ടെന്ന് പോയ പോലെ ഒരു ഫീലിംഗ്. ആൻഡ് 96 റിലീസ് ചെയ്തിട്ട് 6 വർഷമായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഓരോരുത്തർ 96നെ കുറിച്ച് പറയുമ്പോഴും പലരും. അതെ, അതുകൊണ്ട് തന്നെ ഒരു ഒഴുക്കത്തിൽ എനിക്ക് നല്ല പ്രോജക്ട്സ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയും വളരെ കോമ്പറ്റീറ്റീവായി മാറുകയാണ്. ഇപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ തന്നെ എത്രയോ ആക്ട്രസസ് ഉണ്ട്. അതുകൊണ്ട് എവിടെയോ നമ്മൾ ഇൻഡിസ്പെൻസിബിൾ ഒന്നും അല്ല. നമ്മളില്ലെങ്കിൽ വേറൊരാളുണ്ട്. സിനിമയില്ലാതൊരു ജീവിതം ഉണ്ട്. അത് സിനിമയല്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആങ്സൈറ്റി ആവാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്ര ഒന്നും പേഴ്സണലായിട്ട് എടുക്കാതെ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഡു എവറിത്തിങ്. ബിക്കോസ് ഞാൻ ആക്ച്വലി കുറച്ച് അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറേ സ്ലീപ്ലെസ്നെസ്സും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു സമയത്ത്. അതൊക്കെ ഒന്ന് മെൻ്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മൾ നല്ലോണം നമ്മുടെ ജോലിയിൽ 100% സിൻസിയറായിട്ട് ചെയ്യുക. ദ റെസ്റ്റ് വിൽ ഫാൾ ഇൻ ടു പ്ലേസ് എന്നുള്ളൊരു ഇതാണ്. വേറെ മാറ്റങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇല്ലാന്നു. ഈ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ പറഞ്ഞല്ലോ, അപ്പം ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പം എന്തായാലും ഗൗരി അറിയുന്ന ഒരുപാട് പേരുണ്ട്, പലരും വരും. അതെപ്പോഴെങ്കിലും മെൻ്റലി ഒരു സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ക്രൗഡിൻ്റെ ഇപ്പം ഒരു മോള് തന്നെ ഭയങ്കര ക്രൗഡഡ് ആണെങ്കിൽ, എസ്പെഷ്യലി ചെന്നൈയിൽ അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ക്രൗഡ് ആങ്സൈറ്റി വരുന്നുണ്ട്. പണ്ട് ഈ പ്രശ്നം ഇല്ലായിരുന്നു. അത് മേ ബി എന്നെ തിരിച്ചറിയും. ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഒരു ആക്ട്രസ് ആകുമ്പോൾ എങ്ങനെ അവർ ഡ്രസ്ഡ്, എങ്ങനെ അവർ പ്രസൻറ്റബിൾ ആണോ, ഇങ്ങനെയാണോ, ഇത്രയുള്ള പൊക്കം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആസ് എ ആരാണെങ്കിലും അങ്ങനെ ആണല്ലോ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടാണോ അതോ എന്താണെന്ന് അറിഞ്ഞൂടാ, ക്രൗഡ് ഈസ് ഗിവിങ് മീ സം ആങ്സൈറ്റി. പിന്നെ അതല്ലാതെ ലൈക്ക് ഫിസിക്കൽ എന്താ പറയുക, ബോഡി ഇമേജ് പ്രഷറുണ്ട്. ഐ തിങ്ക് എല്ലാ ആക്ട്രസസിനും ഉണ്ടാവും. ആൻഡ് സോഷ്യൽ മീഡിയ ഈസ് റിയലി നോട്ട് ഹെൽപ്പിംഗ്. എല്ലാവരും ഓരോ 2-3 ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പുതിയ ട്രെൻഡ്സും. അപ്പോൾ അതിലൊക്കെ ഭയങ്കര പിന്നോട്ടാണ്. ഇൻ ദ സെൻസ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമായിരുന്നു, പക്ഷെ അതല്ല എൻ്റെ ടോപ്പ് പ്രയോറിറ്റി. അപ്പോൾ അതിൽ തന്നെ പലവരും എന്താ എന്താ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്ത, അത് എനിക്ക് ഭയങ്കര പ്രഷറായിട്ട് തോന്നും. എൻ്റെ മൈൻഡ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അതിൽ സന്തോഷം കണ്ടെത്തുന്ന പലവരും ഉണ്ടാവും. ബട്ട് ഐ വോണ്ട് ടു ബി നോൺ ആസ് എൻ ആക്ടർ മോർ ദൻ എൻ ഇൻഫ്ലുവൻസർ. അപ്പോൾ സോഷ്യൽ മീഡിയ ഗെയിം എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര പ്രഷറായിട്ടുണ്ട്. അതിലൊരു സന്തോഷം കണ്ടെത്തുന്നവർ ചെയ്യട്ടെ, പക്ഷെ എല്ലാവരോടും അത് ഇമ്പോസ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. ബട്ട് റൈറ്റ് നൗ ഐ എം അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഈസ് അത് ആവശ്യമാണ് എന്നുള്ളൊരു PR വേണം എന്നുള്ളൊരു കാര്യം പറയുമ്പം ഐ എം എ ലിറ്റിൽ ലോസ്റ്റ്. പിന്നെ അതല്ലാതെ അത്രയൊക്കെ ഉള്ളൂ. കരിയറിൽ സിനിമ എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇൻഡസ്ട്രി വൈസ് വിചാരിക്കുന്ന അത്ര ഗ്ലാമറസ് അല്ല. ആൻഡ് അത്യാവശ്യം സെക്സിസമുള്ള ഇൻഡസ്ട്രിയാണ്, എല്ലാ ഇൻഡസ്ട്രിയിലുള്ള പോലെ തന്നെ. പക്ഷെ ചിലപ്പോഴൊക്കെ ഇപ്പം നമ്മളെന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുമ്പം കംപ്ലീറ്റ്ലി നമ്മളെ അവോയ്ഡ് ചെയ്ത് പോകുന്ന പോലെ. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ബീങ് എ വുമൻ ഓർ നമ്മുടെ ഒരു ഒപ്പീനിയൻ ആരും അങ്ങ് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ഫൈനലി വി ആർ ബ്രോട്ട് ഡൗൺ ടു ഒരു പ്രിറ്റി ഫേസ്, അല്ലെങ്കിൽ ആ ഒരു പരിപാടി ഉണ്ട് എവിടെയോ. ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഷോവിനിസം ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും ആക്ടിങ്ങിനോടുള്ളൊരു പാഷൻ ടോപ്പിൽ തന്നെ നിൽക്കല്ലേ? എനിക്ക് ആക്ടിങ്ങിനോടുള്ള പാഷനും എനിക്ക് എപ്പോഴും പാഷൻ അല്ലായിരുന്നു. 96 ഒക്കെ കഴിഞ്ഞാണ് ഞാൻ തിരിച്ചറിഞ്ഞത് തന്നെ ദാറ്റ് ദർ ഈസ് എൻ ആക്ടർ ഇൻ മീ. എനിക്കെപ്പോഴും ഒരു ജേർണലിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ദിസ് ജസ്റ്റ് ഹാപ്പൻഡ്, ഒരു ആക്സിഡൻ്റലായിട്ട് നടന്നൊരു സംഭവമാണ്. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഒബ്സെഷനായിട്ട് മാറിയിട്ടുണ്ട്.
പക്ഷെ ഇതിൻ്റെ ഈ ചുറ്റുമുള്ള ഈ പ്രഷറൊക്കെ വരുമ്പോഴാണ് ഇത് വേണോന്ന്. സെക്കൻഡ് തോട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ, ആക്ടിങ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്? അത് അങ്ങനെയല്ല, പക്ഷേ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്രയും ചെയ്യും. അല്ലാതെ ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ഇതില്ലാതെ പറ്റൂല എന്നല്ല. ബിക്കോസ് ഇത് ഭയങ്കര ഒരു ഡൈനാമിക്, ഒരു ടെമ്പററി സംഭവമാണ്. എല്ലാവർക്കും അവരുടേതായ സമയം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് അത് ഒരു സ്റ്റാർ അല്ലെങ്കിൽ എനിക്കൊരു 10 വർഷം കഴിഞ്ഞ് ഈ ഒരു ആക്ട്രസിനെ പോലെ ആവണം എന്നൊന്നുമല്ല എൻ്റെ ഡ്രീം. ഐ ഫീൽ ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസസിൻ്റെ കരിയർ ട്രജക്ടറി കാണുമ്പം അതാണോ ബേസിക്കലി വളരെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ വെൻ ഐ എം ആക്ടിങ് ഐ എം റിയലി എൻജോയിങ്. പക്ഷേ ഇതാണോ എൻ്റെ പാഷൻ, ഓർ ഡിഡ് ഐ ജസ്റ്റ് എൻഡ് അപ്പ് ബീങ് ഗുഡ് അറ്റ് ഇറ്റ്? പക്ഷേ എനിക്ക് തന്നെ ഒരു സാച്ചുറേഷൻ, ഇപ്പം എൻ്റെ പരിപാടി എനിക്ക് ചിലപ്പോൾ കാണുമ്പോൾ എനിക്ക് അത്ര വർക്ക് ആവുന്നില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു റേഞ്ച് ഉണ്ടല്ലോ. അതിൽ കോൺസ്റ്റൻ്റ്ലി വർക്ക് ചെയ്തില്ലെങ്കിൽ അത് മെക്കാനിക്കൽ ആവാൻ തുടങ്ങി. അതെനിക്ക് തോന്നാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ളൊരു നല്ല എഫേർട്ടായിരുന്നു അത്. ആക്ടിങ് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? അതെ, അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നോട്ട് ഫോർ എന്നെ ഒരു ബെറ്റർ ആക്ടർ ആക്കുന്നല്ല പറയണേ, പക്ഷെ ആ ഒരു സ്ഥലത്ത് ഒരു സേഫ് സ്പേസ്, ഇപ്പോൾ ഒരു 10 പേര് ഉള്ളൊരു വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവിടെ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് യു ആർ എൻ ആക്ട്രസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും, അവിടെ എല്ലാവരും ഈക്വൽ ആണ്. അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് വേറെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിതങ്ങളുള്ള എല്ലാവരും കൂടെ വന്ന് ഒരു ഇമോഷനെ ഇന്ന് ടാക്കിൾ ചെയ്യുന്നു. നമ്മുടെ മൈൻഡിലുള്ള പല ബ്ലോക്സിനെയും ഫ്രീ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടത്. സോ ഐ ഫീൽ ബെറ്റർ. ഐ മീറ്റിംഗ് സോ മെനി ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ. പല കഥകൾ കേൾക്കുന്നു, നമ്മുടെ വൾനറബിലിറ്റീസിനെ നമ്മൾ എംബ്രേസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതല്ല പറയുന്നത്, പക്ഷെ അറ്റ്ലീസ്റ്റ് പേഴ്സണലി ഇറ്റ്സ് ഹെൽപ്പിംഗ് മീ. ഇപ്പം ഈ 6 ഇയേഴ്സിൻ്റെ ഒരു സിനിമ ജേണി, ഇതിൽ ഇപ്പോൾ നമ്മൾ സിനിമ കൊണ്ട് ഒരു 12 അടുപ്പിച്ചുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമയുടെ കൗണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ സെലക്റ്റീവായിട്ട് മാത്രം കഥ ചൂസ് ചെയ്യുന്ന ഒരാളാണ് ഗൗരി. അപ്പം അതെങ്ങനെയാണ് ആ സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്ന രീതി? അത് ഞാൻ ചൂസ് ചെയ്യാണ്. എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എല്ലാത്തിനും നോ ആണ്. അതെൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യമുള്ളൊരു ട്രീറ്റ്. ആദ്യം എനിക്ക് ഐ ഓൾവേസ് എക്സ്പെക്ട് ദ വേസ്റ്റ്, ഇത് വർക്കാവില്ല, നോ. പക്ഷേ ഒരു പ്രോജക്റ്റിൽ ഞാൻ ഇല്ലെങ്കിൽ പോലും ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടെ ഇപ്പോൾ OTT ആണെങ്കിൽ ഇസ് ദിസ് സംതിങ് ദറ്റ് ഐ വുഡ് വാച്ച് എന്നുള്ളൊരു പോയിന്റ് ഞാൻ ഫസ്റ്റ്ലി കൺസിഡർ ചെയ്യും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു റിപ്പീറ്റ് അല്ലാതെ, സ്റ്റീരിയോ ടൈപ്പ് അല്ലാതെ ഒരു ഡിഫറെൻറ്റ് ഇതാണെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കണം, എക്സൈറ്റിംഗ് ആയിരിക്കണം. ഇപ്പോൾ എനിക്ക് റിലീസ് ആവാൻ പോകുന്ന പ്രോജക്ട്സും അങ്ങനെ തന്നെയാണ്. LIK എന്ന് പറഞ്ഞ വിഘ്നേഷ് ശിവൻ്റെ കൂടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൽ ഇത്രയും നാൾ എന്നെ പ്ലേസ് ചെയ്തൊരു ഇമേജിലേ അല്ല. അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എൻ്റെ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ആ ഒരു ക്യാരക്ടർ വിക്കി സാർ എഴുതിയിരിക്കുന്നത്. സോ അതൊക്കെ എന്നും ഒരു ചാലഞ്ചാണ്. അങ്ങനെ ആണ് ബേസിക്കലി. അതിലെ ആ ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും? ഇല്ല, ഞങ്ങളുടെ ഷൂട്ട് തന്നെ തീർന്നിട്ടില്ല, സാർ എന്നെ കൊല്ലും. റിവീൽ ചെയ്യാറായിട്ടില്ല അല്ലേ? നമ്മുടെ അതിലെ ധീമ എന്ന് പറഞ്ഞൊരു പാട്ട് റിലീസായി, അത് ഭയങ്കര ഹിറ്റായി. ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാവും. നമ്മള് പാട്ട് കൊണ്ടപ്പോ തന്നെ അനിരുദ്ധിന്റെ മാജിക്കും എല്ലാം വന്നപ്പോ ക്യാമറ അടിപൊളി സിനിമയായിരിക്കും. അതൊരു ബിഗ് പ്രദീപ് രംഗനാഥൻ ലവ് ടുഡേ കഴിഞ്ഞിട്ട് എല്ലാവരും ARM കഴിഞ്ഞ് കൃതി ഷെട്ടിയുടെ ഒരു തമിഴ് ലോഞ്ചാണ് ഹീറോയിനായിട്ട്. സോ അടിപൊളിയായിരിക്കും. ഇതല്ലാതെ ഇനി ബാക്കി വരുന്ന പ്രോജക്ട്സ്? സുഡൽ 2 ഞാൻ പറഞ്ഞ പോലെ ഫെബ്രുവരി 28 തന്നെയാണ്. LIK ഉണ്ട്. പിന്നെ ഞാൻ പ്രഭുദേവ സാറിൻ്റെ കൂടെ ഒരു സോണിയിലെ അതും വെബ് സീരീസ് സൈൻ ചെയ്തു. പിന്നെ 96 ആദിത്യ ഭാസ്കറിൻ്റെ കൂടെ ഒരു മൂവി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2-3 അൺഅനൗൺസ്ഡ് ഇനിയുണ്ട്. ഈ എല്ലാ ലാംഗ്വേജസിലും ഇങ്ങനെ ഓടി നടന്ന സിനിമകളൊക്കെ ചെയ്യാനും എല്ലായിടത്തുനിന്നും സിനിമകളും തെലുങ്കിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, 2 ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വലിയ ഐഡിയ ഇല്ല തെലുങ്കിനെ പറ്റി. ഇനി പോകാൻ താല്പര്യമുള്ള ഇൻഡസ്ട്രി ചോദിച്ചാൽ ഏതായിരിക്കും? ഇല്ല, മലയാളവും തമിഴും 2ഉം ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് മൂവി തമിഴാണ്, പക്ഷെ എനിക്ക് മലയാളത്തിലെ കണ്ടൻറ്റാണ് കൂടുതലും എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നാറ്. ആൻഡ്
2024 മലയാള സിനിമയ്ക്കൊരു ഭീകര വർഷമായിരുന്നു. ഏത് ഇൻഡസ്ട്രി പോയാലും മലയാളം സിനിമയെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് കാണാനും മലയാള സിനിമയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിൽ രണ്ടിനും ഫോക്കസ് ചെയ്യണം തന്നെയാണ്. ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ പറഞ്ഞല്ലോ ചാലഞ്ചിങ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാൻ, അപ്പം എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ബയോപിക് ഞാൻ എപ്പോഴും കണ്ട് ആ ഒരു ആക്ടർ എങ്ങനെ അത് ക്രാക്ക് ചെയ്തു എന്ന്, അതൊരു ഭയങ്കര ചാലഞ്ചായിരിക്കും. അതെനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണം എന്നുണ്ട്. അതല്ലാതെ ഇപ്പോൾ യു ടേൺ എന്ന് പറഞ്ഞ സിനിമ, സമാന്ത എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ കാണുമ്പോൾ സിനിമകളെല്ലാം ഒരു മെയിൽ ആക്ടറിനെ ഫോളോ ചെയ്താണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് മാത്രം പേരിലല്ലാതെ ആക്ച്വലി ഒരു ഫീമെയിൽ ഡ്രിവൻ മൂവി ചെയ്യണമെന്നുണ്ട്. അത് എനിക്ക് താങ്ങാനുള്ള ഇതുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയണം. ബിക്കോസ് നമുക്ക് ഒരു കാര്യം ഒരു പ്രോമിസ് ചെയ്താൽ പോരാ, അത് നമ്മളത് ക്യാരി ഔട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കിൽ സെറ്റ് നമ്മൾ കാണിക്കണം. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന ഐ എം ക്യൂരിയസ് ടു നോ. ഇപ്പം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഈ മന്ത് 28ന് റിലീസ് ചെയ്യാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് തന്നെ ഇത് തന്നെയാണ്, നിങ്ങളുടെ കംഫർട്ട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരു OTT ലോഞ്ച് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ബിക്കോസ് ഇതിൽ അത് പറഞ്ഞ പോലെ നമ്മുടെ പല ഏജ് ഗ്രൂപ്പിലെ കഥകളാണ്. ഇപ്പം എൻ്റെ ഏജ് ഗ്രൂപ്പ്, എൻ്റെ പേരൻസിൻ്റെ, പിന്നെ അപ്പോൾ എല്ലാവർക്കും ഒരു തോട്ട് പോവാൻ പറ്റുന്ന ഒരു സീരീസാണിത്. ഇതിൻ്റെ ട്രെയിലർ ആവുമ്പോഴും നല്ല റെസ്പോൺസ് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് നമ്മൾ വെബ് സീരീസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് വന്നിട്ട് കുറേ നാളായി എന്ന് തോന്നുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ചിന്തിപ്പിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു വർത്ത് വാച്ചാണ്. പിന്നെ OTT ആയതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽസ് ഉണ്ട്. നോൺ മലയാളീസിനും കാണാൻ പറ്റും. വളരെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഗോയിങ് അബ്രോഡ്, ലിവിങ് ദെയർ, ഇതൊക്കെ നമ്മുടെ ജനറേഷനിൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ വളരെ റിലേറ്റബിളായിട്ട് എൻജോയ് ചെയ്ത് കാണാം. ഇപ്പം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഒരുപാട് വലിയ വിജയമാവട്ടെ ആശംസിക്കുകയാണ്. എൻ്റെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയതിലും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ തേർഡ് ടൈം ഒരാളുടെ ഇന്റർവ്യൂ എടുക്കുന്നതും ഫസ്റ്റ് ടൈം തന്നെ. ഓരോ ഇന്റർവ്യൂ ഓരോ മൈൽ സ്റ്റോൺ. അതെ തേർഡ് ടൈം ഇന്റർവ്യൂ ചെയ്യുന്നതും. ഇനി മൈൽ സ്റ്റോൺ ഒക്കെ ഇനി വലുതായിട്ടൊന്നും ഇല്ലായിരിക്കും. ബട്ട് ഇനി എൻ്റെ അടുത്ത പ്രോജക്റ്റിനും ജ്യോതിഷയുടെ കൂടെ ഒരു ഇന്റർവ്യൂ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താങ്ക് യു. ഉറപ്പായിട്ടും നമുക്ക് അടുത്ത പ്രോജക്റ്റ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ കാണാം. ഇനി എനിക്ക് തോന്നുന്നു എല്ലാ മൂവീസിന്റെ വർക്കുകളും വെച്ചിട്ട് കണ്ടു പോകാം. അപ്പം എല്ലാ ആഗ്രഹങ്ങളും ജ്യോതിഷം LUC കണ്ടിട്ട് പറയും. ഉറപ്പായിട്ടും ഞാൻ ബാക്കി കാണാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ആൻഡ് നിങ്ങളുടെ ഒരു കെമിസ്ട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കേട്ടാൽ മതി. അതെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.